ഏയ്, അയാളൊരു മണ്ടന. അത് നിങ്ങളെ ഏൽപ്പിച്ച് അയാള് പോകേയുള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതെ, കൈ നനയാതെ കയ്യിൽ കാശ് കിട്ടുന്ന കാര്യമായോണ്ട് ഞാൻ മൂളീന്നേ ഉള്ളൂ. പക്ഷെ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ കൈവിട്ടുകളേ. ഏയ്, തനിക്ക് ഒരു കുഴപ്പവും വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മാണിക്കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്ന ആഭരണങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. പിന്നീട് അത് അന്വേഷിച്ചു വരുന്ന മാണിക്കുഞ്ഞിനോട് എന്ത് പറയണമെന്ന്. എങ്കിൽ ശരി. ചുറ്റും കനത്ത ജ്വല്ലറികൾ വന്നതുകൊണ്ട് ഞങ്ങളാകെ വലിച്ചില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചത്. ഹേയ്, താൻ പേടിക്കണ്ട. എന്റെ മകളുടെ വിവാഹത്തിന് താൻ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ഓർഡർ അതൊട്ടും വൈകാതെ ഞാൻ തനിക്ക് തരും. അതുമാത്രമല്ല, കളരിക്കൽ കുടുംബത്തില് ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടക്കാനുണ്ട്. അതെല്ലാം ഞാൻ തന്റെ കടയിലേക്ക് എത്തിക്കാം. താങ്ക് യു മാഡം. അങ്ങനെ വരുന്നതിനൊക്കെ മാഡത്തിന് കമ്മീഷൻ ഉണ്ടാവും. ഹേയ്, എനിക്കതിന്റെ കമ്മീഷനൊന്നും വേണ്ട. ഈ കാര്യം വീഴ്ചയില്ലാതെ നടത്തി തന്നാ മാത്രം മതി. തെളിയാൻ പോകുന്നത് തന്റെ സമയമാണ്. ഓക്കെ മാഡം, ഞാൻ ഏറ്റു. മാണിക്കുഞ്ഞ്, ഇനി മാണിക്കുഞ്ഞ് കളരിക്കൽ കുടുംബത്തിലേക്ക് കയറി വരുന്നത് പുതിയൊരു മേൽവിലാസത്തിലായിരിക്കും. ഇതൂടെ കഴിക്കുമോളെ, ഇതൂടെ കഴിക്കേ. സുനന്ദേ, നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഇറങ്ങാ ഗോപാലേട്ടാ. ഇതൂടെ. ആഹാ, ഇതിപ്പോ മോളെ സ്കൂളിൽ പറഞ്ഞേക്കുന്ന മാതിരിയാണല്ലോ സംഘം. ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത്. ഇവള് എത്ര വലുതായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നത് പതിവുള്ളതാ അല്ലേ മോളെ? ഇടയ്ക്ക് അമ്മയുടെ കൈകൊണ്ട് കുറച്ച് വാരി തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല ഗോപാലമാമ. അതാ. ആ, ഇനി മതിട്ടോ, ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. അതെ, ഉച്ചയ്ക്ക് പുറത്തുനിന്നും കഴിക്കാൻ നിക്കണ്ട. എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് അമ്മ മോളുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാം. അതിന് കൃഷ്ണക്ക് എന്തിനാ ഉച്ചഭക്ഷണം?